السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണേ, അധ്വാനിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, അത് മുഖേന സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനവധി അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിഅമത്താണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന മഹാ അനുഗ്രഹം. ആരോഗ്യമുള്ളപ്പോൾ അതിന്റെ വിലയറിയാത്ത, അനാരോഗ്യം ബാധിക്കുമ്പോൾ മാത്രം അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കുമുള്ളത് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം ധാരാളം തവണ നമ്മളെല്ലാം കേട്ടതാണ്. നിഅമതാനി മഗ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ. ആ രണ്ട് നിഅമത്തുകളെയും ശരിയായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതെ അവ നശിച്ചുപോയതിന്റെ ശേഷം മാത്രം അവയെ സംബന്ധിച്ച് ബേജാറാകുന്ന അത്തരത്തിലുള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മഹാഭൂരിപക്ഷവും അതിനെ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്താതെ, അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ അശ്രദ്ധയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സിഹ്ഹതു വൽ ഫറാഗ് എന്നാണ്. അതിൽ ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണത്. ആരോഗ്യമുണ്ടെങ്കിലേ മനുഷ്യന് സമാധാനത്തോടുകൂടെ ജീവിക്കാനാകും. ആരോഗ്യമുണ്ടെങ്കിലേ തനിക്ക് തന്റെ കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യമുണ്ടെങ്കിലേ സമൂഹത്തിനും രാഷ്ട്രത്തിനും രാജ്യത്തിനും സേവനമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഒരാൾക്ക് അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസമാണ് നൽകപ്പെടുന്ന ഏറ്റവും വലിയ നിഅമത്തെങ്കിൽ, അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്താണ് അവന്റെ ആരോഗ്യമെന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതിന്റെ പ്രാധാന്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനത്തിനും വിട്ടുവീഴ്ചക്കും വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. വൽ ആഫിയ, സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ റവാഹു തിർമിദി റഹിമഹുല്ലാഹ്. നിങ്ങളിൽ ഒരാൾക്കും തന്നെ നൽകപ്പെട്ടിട്ടില്ല ബഅദൽ യഖീൻ, അവന്റെ ദൃഢമായ വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശേഷം ഖൈറൻ, ഒരു ഖൈറും നൽകപ്പെട്ടിട്ടില്ല മിനൽ ആഫിയ, ആരോഗ്യത്തേക്കാൾ. ഏറ്റവും വലിയ അനുഗ്രഹം ഒരാൾക്ക് നല്ല യഖീൻ, അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസം, പരലോകത്തിലുള്ള ദൃഢമായ വിശ്വാസം അതൊരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഖൈർ ആഫിയത്താകുന്ന നിഅമത്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വം ഇത് രണ്ടിലും സ്ഥിതി ചെയ്യുകയാണ്. യഖീൻ നൽകപ്പെട്ട ഒരു മനുഷ്യന് യഖീൻ, നല്ല ദൃഢമായ ഈമാൻ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്താണ്? അവന്റെ ദീനിനെ വിഷമകരമാക്കുന്ന എല്ലാത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും. തന്റെ ആദർശത്തെ വികലമാക്കുന്ന സർവ്വകാര്യങ്ങളിൽ നിന്നും ഒരാൾക്ക് രക്ഷ കിട്ടുന്നത് നല്ല ഉറച്ച ഈമാനിലാണ്. അതുകൊണ്ട് അത് കിട്ടിയാൽ അവന്റെ ദീന് ശരിയായി. അതുപോലെ തന്നെ വൽ ആഫിയ, ആഫിയത്ത് ഒരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാലോ, ആഫിയത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ആഫിയത്ത് നൽകപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സിനും അവന്റെ ശരീരത്തിനുമൊക്കെ ബാധിക്കുന്ന എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും ആപത്തുകൾക്കുമൊക്കെ ഇത് തടുത്തു നിർത്തും. അതുകൊണ്ട് തന്നെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന യഖീനും എന്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന ആഫിയത്തും നൽകപ്പെട്ടവരെക്കാൾ വലിയ അനുഗ്രഹം നൽകപ്പെട്ടവരില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രാർത്ഥനകളിൽ അവിടുന്ന് പലപ്പോഴും അധികരിപ്പിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്ത്? അല്ലാഹുമ്മ ആഫിനി, നീ എന്റെ ശരീരത്തിൽ, ഫീ ബദനി, എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് തരണം, എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണം. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, എന്റെ കാതുകൾക്ക്, എന്റെ കേൾവിക്ക് നീ ആരോഗ്യം തരണം. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കണ്ണുകൾക്ക് നീ ആരോഗ്യം തരണേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരാരാധ്യനേ ഇല്ല. അവിടുത്തെ പ്രാർത്ഥനകളിൽ അവിടെ നവീകരിപ്പക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണത്. നിരന്തരമായി നമ്മളും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ നമ്മോട് പഠിപ്പിച്ചു കഴിഞ്ഞു പല കാര്യങ്ങളും. മനുഷ്യന് നൽകപ്പെട്ട ഈ അനുഗ്രഹം അവൻ നിലനിർത്തണം, അവനായിട്ടത് നശിപ്പിക്കരുത്. അതുകൊണ്ട് അനാരോഗ്യത്തിന് കാരണമാകുന്ന, ആരോഗ്യത്തിന് വിഘാതം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് ഉണർത്തിയിട്ടുള്ളത്. രോഗം വരുന്നതിനേക്കാൾ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ രോഗം വരാതിരിക്കാൻ നോക്കലാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മുൻകരുതലുകൾ എടുക്കാൻ ഇസ്ലാം പലതും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പരമപ്രധാനമായി ഇസ്ലാം പറഞ്ഞു വൃത്തിയുടെ കാര്യം. വൃത്തിയില്ലായ്മയിൽ നിന്നാണല്ലോ രോഗങ്ങൾ പടരുന്നത്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് മനുഷ്യൻ വൃത്തിയുള്ളവനാകണം, ശുദ്ധിയുള്ളവനാകണം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. നിശ്ചയമായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയാകുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. രണ്ട് നിലക്കുള്ള ശുദ്ധിയും ഈ ഒരച്ചായത്തിൽ അല്ലാഹു പറയുകയാണ്. പശ്ചാത്താപത്തിലൂടെ മനുഷ്യന്റെ മനസ്സാണ് വൃത്തിയാകുന്നത്. അതുപോലെ തന്നെ കുളിയിലൂടെയും അതുപോലെയുള്ള ആ രൂപത്തിലുള്ള ശുചിത്വ പാലനത്തിലൂടെയും അവന്റെ ശരീരമാണ് വൃത്തിയാകുന്നത്. അകവും പുറവും ഒരുപോലെ വൃത്തിയാക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂർ ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണത്, ഈമാനിന്റെ പകുതിയാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞില്ലേ, വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രത്തെ അങ്ങ് ശുദ്ധമാക്കൂ. പല അർത്ഥത്തിലും അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ബാഹ്യമായ നിലക്കുള്ള ശുദ്ധിയും അതിൽ ഉൾപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കാൻ വരെ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളെ, മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണം. അവിടെ ചപ്പുചവറുകളും അതുപോലെ തന്നെ കെട്ടിനിൽക്കുന്ന വെള്ളങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ട് വളരെ മോശമായ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം, ഒരു പ്രത്യേകമായ അവസ്ഥ ഇല്ലാതെയായിത്തീരാൻ നിങ്ങൾ ശുദ്ധിയും വൃത്തിയും പാലിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അവിടുന്ന് മുൻകരുതലുകൾ എടുക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചാൽ കയ്യിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുടെയോ കഴിച്ച ഭക്ഷണത്തിന്റെ ഗന്ധമോ പോകും വരെയും കൈ കഴുകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. മൻ നാമ വഫീ യദിഹി ഗമറുൻ വലം യഗ്സിൽഹു ഫഅസാബഹു ശൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഇബ്നു മാജാ റഹിമഹുല്ലാഹ്. മന്നാമ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മന്നാമ ആരെങ്കിലും ഉറങ്ങിയാൽ വഫീയദിഹി അവന്റെ കൈകളിലുണ്ടായിരിക്കെ, അവന്റെ കയ്യിലുണ്ടായിരിക്കെ ഗമറുൻ, ഗമർ എന്ന് പറഞ്ഞാൽ റായിഹത്തുൽ ലഹ്മി വദുസൂമതുഹു, മാംസമൊക്കെ കഴിച്ചിട്ട് ആ മാംസത്തിന്റെ നെയ്യും അതിന്റെ ആ കൊഴുപ്പും ആ മണമൊക്കെ കയ്യിലുണ്ട്, ശരിക്ക് പോയിട്ടില്ല. വലം യഗ്സിൽഹു, അവനത് കഴുകി വൃത്തിയാക്കാതെ ആ മണവും കയ്യിൽ കൊണ്ടാണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ, എന്നിട്ട് ഫഅസാബഹു ശൈഉൻ, അത് മുഖേന അവന് വല്ല ആപത്തും ബാധിച്ചെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ തന്നെയല്ലാതെ ആക്ഷേപിക്കണ്ട, അവനാണതിന് കാരണക്കാരൻ, അവനാണതിന് കാരണക്കാരൻ. വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ആ മണം കേട്ടിട്ട് വല്ല ജീവികളും വന്ന് കടിക്കാം, അതുപോലെ തന്നെ ഉപദ്രവിക്കാം, അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രാണികളും പലതുമുണ്ടാകാം, ജന്തുക്കളുണ്ടാകാം, ജീവജാലങ്ങൾ ഉണ്ടാകാം, എന്തുമുണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, നിങ്ങൾ കുടിക്കുന്ന വെള്ളപാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കണേ, പാത്രങ്ങൾ, ഭക്ഷണമുള്ള പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കണം. പാനപാത്രങ്ങൾ നിങ്ങൾ കെട്ടി ഭദ്രമാക്കി വെക്കണം, മൂടിവെക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിപ്പോർട്ടിൽ കാണാം, ഫഇന്ന ഫിസ്സനതി ലൈലതൻ, എല്ലാ വർഷങ്ങളിലും ഒരു രാത്രിയുണ്ട്, എല്ലാ വർഷവും ഒരു രാത്രിയുണ്ട്. യൻസിലു ഫീഹാ വബാഉൻ, ഒരു മഹാമാരി, ഒരു രോഗം ആ രാത്രിയിൽ ഇറങ്ങുന്നുണ്ട് എല്ലാ വർഷവും. ലാ യമറു ബിനാ ഇല്ലൈസ അലൈഹി ഇഖാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വിഖാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, വർഷത്തിലൊരിക്കൽ ഇറങ്ങുന്ന മഹാമാരികളുണ്ട്. ഉപരിഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊല്ലത്തിൽ ഇറങ്ങുന്ന ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ മൂടിവെക്കാത്ത ഭക്ഷണപാത്രങ്ങൾക്കരികിലൂടെ, അതുപോലെ തന്നെ ഭദ്രമായി അടച്ചുവെച്ചിട്ടില്ലാത്ത പാനപാത്രങ്ങൾക്കരികിലൂടെ വരുന്നുണ്ടെങ്കിൽ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ, ആ മഹാരോഗങ്ങളുടെ അണുക്കൾ അതിൽ വന്നു ചേരും. അതുകൊണ്ട് നിങ്ങളത് മൂടിവെക്കണം. ഭക്ഷണപാത്രങ്ങൾ ഈ കൊല്ലത്തിലേത് ദിവസമാണെന്ന് നമ്മളോട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഭക്ഷണപാത്രങ്ങൾ മൂടിവെക്കണം, പാനപാത്രങ്ങൾ മൂടിവെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറയാൻ. ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് നല്ലതേ കഴിക്കാവൂ. ഇസ്ലാം പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം എന്ന ചോദ്യത്തിന് ഹലാലൻ ത്വയ്യിബൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഹലാലുമാകണം, ത്വയ്യിബുമാവണം. വെറും ത്വയ്യിബായിട്ട് കാര്യമല്ല, ഹലാലും കൂടെ ആവണം. ഹറാമായ മാർഗത്തിലൂടെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ശരി, ഹലാല് നല്ല മാർഗത്തിലൂടെയാണ്, പക്ഷെ കഴിക്കുന്നത് ദോഷകരമായ ഭക്ഷണങ്ങളാണെങ്കിലോ അതും പറ്റൂല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് ഹലാലൻ ത്വയ്യിബൻ എന്നാണ്. അനുവദിക്കപ്പെട്ടതാവണം, ഹറാമിന്റെ മാർഗത്തിലൂടെ ആവരുത്. കഴിക്കുന്ന ഭക്ഷണം പോഷക ഗുണങ്ങളുള്ളതായിരിക്കണം, നല്ലതായിരിക്കണം. ഹബീസ് കഴിക്കരുത്, ശരീരത്തിന് ദ്രോഹമുള്ളത് കഴിക്കരുത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ അമിതമാകരുത്. അല്ലാഹു അമിതത്വം പുലർത്തുന്ന ആളുകളെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല. ഇവിടുന്ന് പറഞ്ഞു, ബിഹസ്ബി ആദം ഔകുലാത്തുൻ യുഖിന്ന സുൽബഹു,
നിവർന്നു നിൽക്കാൻ മാത്രമുള്ള ഏതാനും ഉരുളകൾ മതി മനുഷ്യന് വാസ്തവത്തിൽ ജീവിക്കാൻ. കൂടാതെ കഴിയില്ലെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് വായു സഞ്ചാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യനോട് പറയേണ്ട രോഗം വരാതെ നോക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതിനാവശ്യമായ കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇനി രോഗം വന്നാലോ ചികിത്സിച്ച് ഭേദമാക്കാനും ഇസ്ലാം പറയുന്നു. അള്ള തന്നതല്ലേ, അള്ള തന്നെ അങ്ങ് ശിഫയാക്കിക്കോളും എന്ന തവക്കുലിൽ ഇരിക്കുന്നതിന് പകരം തവക്കുല് വേണം, പ്രാർത്ഥന വേണം, ദുആകൾ വേണം, ദിക്റുകൾ വേണം. പക്ഷേ അതോടൊപ്പം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ചികിത്സകൾക്ക് മടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ ചികിത്സിക്കൂ. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യദഅ ദാൻ ഇല്ലാ വദഅ ലഹു ദവാഅ. റവാഹു അബൂ ദാവൂദ് വതിർമിദി വഇബ്നു മാജാ റഹിമഹുല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അതിന് മരുന്നും നിശ്ചയിച്ചിട്ടല്ലാതെ. എല്ലാത്തിനും അല്ലാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതറിഞ്ഞവരറിയും, അറിയാത്തവരറിയില്ല. ചിലതിന് ചികിത്സ എല്ലാം നമ്മൾ പറയുന്നതിന് ചികിത്സ ഇല്ലാഞ്ഞിട്ടല്ല, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കണ്ടുപിടിക്കുന്നവര് കണ്ടുപിടിക്കും, ആ കാലം വരുമ്പോ കണ്ടുപിടിക്കും. ചില കാര്യങ്ങൾ കണ്ടുപിടിക്കൂല. ചികിത്സ ഉണ്ട് എല്ലാത്തിനും. പക്ഷേ അത് അറിഞ്ഞവരറിഞ്ഞു, അറിയാത്തവരറിയാതെ പോയി. എന്തായാലും ചികിത്സിക്കാൻ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന കാലഘട്ടങ്ങളിൽ, പകർച്ചവ്യാധികളുള്ള പ്രദേശങ്ങളിൽ പകർച്ച പടരാതിരിക്കാൻ, കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. ഇദാ സമയത്തും ബിത്വാഊനി ബിഅർളിൻ ഫലാ തദ്ഖുലൂഹാ വഇദാ വഖഅ ബിഅർളിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജൂ മിൻഹാ. ഒരു പ്രദേശത്ത് പ്ലേഗ് ബാധയുണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ ഫലാ തദ്ഖുലൂഹാ, നിങ്ങൾ ആ നാട്ടിലേക്ക് അങ്ങോട്ട് പോകരുത്. ഒരു രാജ്യത്ത് പകർച്ചവ്യാധിയുണ്ട്, ഒരു രോഗമുണ്ട്, പ്ലേഗ്. ഉദാഹരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധിയുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ആ രോഗമില്ലാത്ത ആളുകൾ അങ്ങോട്ട് കടന്നു എന്ന് ആ രോഗം ഏറ്റുവാങ്ങണ്ട. നിങ്ങളൊരു പ്രദേശത്താണ്, വാൻതുംബിഹ, നിങ്ങളൊരു രാജ്യത്താണ്. ആ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി ഉണ്ടെങ്കിലോ ഫലാ തഖ്റുജൂ മിൻഹാ, അവിടുന്ന് നിങ്ങളും പുറത്തു പോകണ്ട. നിങ്ങൾ അവിടെ നിന്ന് പുറത്തു പോകരുത്. ഉള്ളൊരു രാജ്യത്തേക്ക് നിങ്ങളും അങ്ങോട്ട് പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയൊക്കെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ സിഹത്താകുന്ന ഈ ആരോഗ്യം, ഇത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണ്. ആ ദാനം അത് കൃത്യമായി പരിപോഷിപ്പിക്കാനും നിലനിർത്താനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊക്കെ അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, യഖീന് നൽകപ്പെട്ടതിന്റെ ശേഷം നൽകപ്പെടുന്ന അനുഗ്രഹമാണ് ആഫിയത്ത്. യഖീനില്ലാതെ വെറും ആഫിയത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കുകയാണ് നമ്മൾ അല്ലാഹുവിനോട് എല്ലാം ചോദിക്കുന്നുണ്ട്. സുജൂദുകൾക്കിടയിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ ആഫിയത്ത് തരണം, അല്ലാഹുവേ കരുണ ചൊരിയണം, അല്ലാഹുവേ നേർമാർഗത്തിലാക്കണം, അല്ലാഹുവേ ആ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടി, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും. എന്നാൽ ആരോഗ്യത്തിന്റെ തകരാറ് ബാധിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു അക്ഷരം അത് നമ്മൾ പാലിക്കുന്നു. ഹിദായത്തിന് തകരാറ് പാലിക്കുന്നിടത്ത് റബ്ബ് സ്വീകരിക്കാൻ പറഞ്ഞ മുൻകരുതലുകൾ മുസ്ലിമീങ്ങളെ നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. യഖീന്, പടച്ചവനിലുള്ള ഉറച്ച വിശ്വാസമില്ലാത്തവന്റെ ആരോഗ്യം കൊണ്ടെന്ന് പ്രയോജനം? റബ്ബിലുള്ള വിശ്വാസം ഉറക്കണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രാവിലെ സുബഹിക്ക് ിക്കാൻ വരീ, ഭാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഉറങ്ങരുത്, ഉറക്കിനേക്കാൾ ഏറ്റവും ഉത്തമം നിസ്കാരമാകുന്നു. ആ വിളിയാളം കേൾക്കുന്ന ആരോഗ്യവും കിടന്നുറങ്ങാണ്, എഴുന്നേൽക്കുന്നില്ല. അവന്റെ പുതപ്പിനെ ഒന്ന് ഉയർത്താനുള്ള ആരോഗ്യം പോലും ഇല്ലാതെന്നെ അവൻ കിടന്നുറങ്ങുന്നേ. അതേവസരത്തിൽ പിറ്റേന്ന് അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ഡോക്ടറുടെ അടുക്കൽ ഒരു ചെക്കപ്പിന് പോയി ബ്ലഡ് ചെക്ക് ചെയ്തു. പറയണേ കൊളസ്ട്രോൾ ഉണ്ട്, സൂക്ഷിക്കണം, അടിച്ചു പോകും, അടുത്ത് പ്രയാസങ്ങളുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഓടണം, നടക്കണം, രാവിലെ ഓടണം, എക്സസൈസ് ചെയ്യണം, കുനിയണം, നിവരണം, ചാടണം.
അതിരാവിലെ എഴുന്നേറ്റ് പോകണം, ശുദ്ധവായു ശ്വസിച്ച് നടക്കണം. അതെ, പടച്ച റബ്ബിന്റെ റസൂല് നമ്മെ വിളിച്ചു, നിസ്കാരത്തിലേക്ക് വരൂ, അതേ വിജയത്തിലേക്ക് വരൂ, അല്ലാഹുവിന്റെ പുണ്യത്തിലേക്ക്, റബ്ബിന്റെ റഹ്മത്തിലേക്ക് വരൂ ജനങ്ങളെ. റബ്ബിന്റെ വിളിയാളത്തിന് മറുപടി കൊടുക്കാൻ തയ്യാറില്ലാത്ത, കാരണം അവന് യഖീൻ എന്ന് പറയുന്ന നിഅമത്ത് നൽകപ്പെടാതെ പോയി. റബ്ബിനെ കുറിച്ചുള്ള ദൃഢമായ ഈമാൻ അവന്റെ ഹൃദയത്തിലില്ലാതെ പോയി. അതേ മനുഷ്യന്റെ ആരോഗ്യത്തിനെന്തോ ബാധിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്ക് അവൻ അതിരാവിലെ അലാറം വെച്ചുകൊണ്ടവൻ തെരുവിലൂടെ ഓടുകയാണ്, ചാടുകയാണ്, നടക്കുകയാണ്, വളയുകയാണ്, കുനിയുകയാണ്, നിവരുകയാണ്. അവൻ വ്യായാമത്തിൽ ഏർപ്പെടുകയാണ്. എന്തേ കാരണം? ഈ നശിച്ചു പോകാനുള്ള അവന്റെ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായപ്പോ സർവലോക പരിപാലകനായ റബ്ബ് അവൻ ഇതുവരെ നൽകിക്കൊണ്ടിരുന്ന ആ ആരോഗ്യത്തിന് നന്ദി കാണിക്കേണ്ട ആ റബ്ബിനോട് അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട്, ആ റബ്ബിന്റെ കൽപ്പനകൾക്ക് ഒരിക്കലും ചെവി കൊടുക്കാതെ അവൻ വളരെ അനീതി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നു, നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിലെന്തൊരു പുതുമുള്ള കാര്യമാണ്. ആളുകളുടെയൊക്കെ ഒരു സ്വഭാവമല്ലേ അത്. നമ്മൾക്ക് എന്താ ശ്രദ്ധ? ഡോക്ടറാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പിന്നെ ശ്രദ്ധയായി, പിന്നെ വളരെ ഗൗരവമായി സീരിയസ് ആയി ഭക്ഷണം ക്രമീകരിച്ചു, എല്ലാം ക്രമീകരിച്ചു. എന്താ? ആഫിയത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, യഖീനിനെ കുറിച്ച് ചിന്തിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞത് എന്താണ്? ഒരാൾക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൽ യഖീൻ. അൽ യഖീൻ, പടച്ചവനെ കുറിച്ചുള്ള നല്ല ദൃഢമായ പ്രപഞ്ചത്തിന്റെ നാഥൻ, തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന സർവലോക പരിപാലകനായ നാഥൻ, ആ നാഥൻ നമ്മോട് ഭൗതികമായ ലോകത്തുള്ള ആരോഗ്യത്തിന് ആവശ്യമായതും പറഞ്ഞു, മരണാനന്തരം ശാശ്വതമായ ലോകത്തിന് ആവശ്യമായ സൗഖ്യത്തിന് ആവശ്യമായത് എന്തൊക്കെ നീ ചെയ്യണമെന്നതും പറഞ്ഞു. പക്ഷേ മനുഷ്യൻ ദുനിയാവിനെ മാത്രം, ഭൗതിക ലോകത്തെ മാത്രം തെരഞ്ഞെടുത്തു. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമവും ശാശ്വത ജീവിതവും അതാണെന്നറിഞ്ഞിട്ടും ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവർ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഈ ഭൗതികമായ ജീവിതത്തെ മാത്രമാകുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ആ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ നിഅമത്തുകൾക്കും ശുക്ർ രേഖപ്പെടുത്തി നന്ദിയുള്ളവരായി ജീവിച്ചുകൊണ്ടും ഇതൊക്കെ നിലനിർത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ കൽപ്പനകളെ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുവാൻ ഉപയോഗപ്പെടുത്താവുന്ന നിലക്കുള്ള ആരോഗ്യം നൽകിക്കൊണ്ട് നമ്മയും നമ്മുടെ കുടുംബാദികളെയും മറ്റെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു നാളെ മഹ്ശറിൽ കൃത്യമായി എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സർവ അനുഗ്രഹങ്ങളെക്കുറിച്ചും തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മോട് അല്ലാഹു പറഞ്ഞതാണ്, മരണാനന്തരം ശാശ്വതമായ ജീവിതത്തിൽ നമ്മളിവിടെ അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധത്തോടെ ജീവിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ നാളെ പരലോകത്ത് അല്ലാഹു അത് നൽകിയ റബ്ബ്, അത് നൽകിയ നാഥൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി കണക്ക് പറയേണ്ടവരാണ്. ആരോഗ്യമുള്ള അവസരങ്ങളിൽ ആരോഗ്യത്തിന്റെ വില നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. അല്ലാഹു നമുക്ക് നൽകുന്ന ആരോഗ്യത്തിന്റെ മഹിമ നമ്മൾ അറിയേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ, നിങ്ങളുടെ അത്ര അനുഗ്രഹം നൽകപ്പെട്ടിട്ടില്ലാത്തവരിലേക്കൊന്ന് നോക്കൂ, നിങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തിന്റെ വലിപ്പം നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. സഹോദരങ്ങളെ,
നല്ല ദാഹം വരുന്ന സമയത്ത് നമ്മൾ ഒരു ബിസ്മി ചൊല്ലാനും അത് കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാഹ് പറയാൻ പോലും മനസ്സില്ലാതെ നിർബാധം നമ്മൾ ശുദ്ധജലം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു നിഅമത്ത്, വെള്ളം ധാരാളമായി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിഅമത്തിന്റെ വലിപ്പം പോലും നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്കരോഗികളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് മെഷീന്റെ മുമ്പിൽ കിടന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളെ ഒന്ന് പോയി നോക്കൂ. അവരുടെ ബന്ധുക്കളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്കരോഗി ദാഹിച്ച് പരവശനായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. കാരണം അയാളുടെ ബോഡിയിൽ ഒരു ദിവസം 5 ഗ്ലാസ് വെള്ളം മാത്രമേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ 4 ഗ്ലാസ് വെള്ളവും അയാൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അയാൾക്ക് വെള്ളമായിട്ട് കുടിക്കാൻ പറ്റാവുന്നത് 1 ഗ്ലാസ്സാണ്. 1 ഗ്ലാസ് വെള്ളം. അതിലപ്പുറം കുടിക്കുന്നത് നോക്കണം എന്നാ ഡോക്ടർ കുടുംബങ്ങളോടും പരിചരിക്കുന്ന ആളുകളോടും പറയുക. അയാൾ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം വൃക്കയുടേതായ പ്രവർത്തനത്തിന് താങ്ങാവുന്നതിലപ്പുറം വെള്ളം ചെല്ലുമ്പോ അതിന്റെ പ്രവർത്തനരഹിതമാകും, വീണ്ടും കഴിയില്ലെന്ന്. അതുകൊണ്ട് പലപ്പോഴും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പത്രത്തിലൊരു ലേഖനം എന്റെ കണ്ണിൽപ്പെട്ടു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. മനസ്സ് വല്ലാതെയായിപ്പോയി സഹോദരങ്ങളെ. ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്കരോഗിയുടെ കഥ പറയുകയാണ്. അദ്ദേഹം ദാഹിച്ചു പരവശനായി വെള്ളം വെള്ളം എന്ന് പറയുമ്പോ കുടുംബങ്ങൾ കൊടുക്കാതെയായി. സ്നേഹം കൊണ്ടാ വെള്ളം കൊടുത്തില്ല. പിന്നെയും ആ മനുഷ്യനെ ടെസ്റ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു അദ്ദേഹത്തിന്റെ ബോഡിയിൽ വെള്ളം ഒരുപാടുണ്ടല്ലോ. പക്ഷെ കുടുംബങ്ങൾ പറയും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പരിശോധിച്ചപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ആ രോഗിക്ക് തുറന്നു പറയേണ്ടി വന്നു, എനിക്ക് ദാഹിച്ച് വിഷമിച്ച് എന്റെ വീട്ടുകാരി എന്ന വീട്ടുള്ളിൽ വെള്ളം കുടിപ്പിക്കാതെ ഇട്ടപ്പോൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയാൽ കുളിമുറിയിൽ ഞാൻ കുളിക്കാനുള്ള വെള്ളം നിർബാധം കുടിക്കാറുണ്ടായിരുന്നു. അവസാനം ആ വിവരം ഡോക്ടറോട് പറഞ്ഞപ്പോ അവസാനം ആ കുടുംബങ്ങൾ എന്ത് ചെയ്തു? കുടിക്കുന്ന വെള്ളത്തിൽ ഡെറ്റോൾ കലർത്തി വെച്ചിരിക്കണം രോഗി കുടിക്കാതിരിക്കാൻ. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതൊക്കെ നമ്മൾ ആലോചിക്കണം. നിർബാധം വെള്ളം കുടിക്കുകയാണ് നമ്മൾ. കുടിക്കുമ്പോൾ ബിസ്മില്ലാഹ് അത് പറയാനുള്ളത് നമുക്ക് മനസ്സില്ല. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. എന്റെ ഒരു ശക്തിയും പവറുമില്ലാതെ എനിക്കിത് കുടിപ്പിച്ച് എന്നെ ആഹരിപ്പിച്ച് എന്നെ ഭക്ഷിപ്പിച്ച സർവ്വലോക പരിപാലകനാകുന്ന സർവസ്തുതിയും എന്ന് പറയാനുള്ള ഒരു മനസ്സില്ലാതെ നിർബാധം ഇങ്ങനെ കുടിച്ച് വെള്ളം കുടിക്കുമ്പോൾ ഒരൊറ്റ നിഅമത്ത് നമ്മുടെ വൃക്ക അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു കിഡ്നി, അതിനെന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോ തന്നെ എന്താ പ്രയാസം. അല്ലാഹു നമ്മെ എല്ലാം കാത്ത് രക്ഷിക്കുമാറാണ്. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ രോഗികളുണ്ട്. ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ 2 തവണയും 3 തവണയും ഒക്കെ വിധേയമായി കൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. അറിവിലുണ്ട്, നമ്മളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്. അല്ലാഹുവേ സമ്പൂർണമായി ശിഫ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അതുപോലെയുള്ള എല്ലാ ആളുകളെയും അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ നാഥ. സഹോദരങ്ങളെ, ഓരോ നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിലയറിയുന്നില്ല. ക്യാൻസർ സെന്ററുകളിൽ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും വിഷമകരമായ അവസ്ഥകളെ തരണം ചെയ്യുകയാണ്. അല്ലാഹു അവർക്കൊക്കെ സ്ഥാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല വിശ്വാസത്തോടുകൂടെ അന്ത്യം വരെ പിടിച്ചു നിന്ന് ഈമാനോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ അവർക്കൊക്കെ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതാണ് സിഹത്ത്, ആരോഗ്യം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആ അനുഗ്രഹം ആരോഗ്യമുള്ളപ്പോൾ പടച്ച റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിർബാധം ചെയ്യണം. തന്റെ യൗവനം ഉപയോഗപ്പെടുത്തിയിട്ട്, ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് ആരുണ്ടടാ എന്നെ ചോദ്യം ചെയ്യാൻ, നീ എന്നെ ഉപദേശിച്ച് നന്നാക്കണ്ടെന്ന് ഉപദേശിക്കാൻ വരുന്ന ബന്ധുക്കളോടും പിതാവിനോടും ഉമ്മയോടും അതുപോലെ തന്നെ അയൽക്കാരോടും ബന്ധുമിത്രാദികളോടും മറ്റുള്ളവരോടും ഒക്കെ കയർത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് ഈ ചോരത്തിളപ്പും യൗവനവുമൊക്കെ ഏത് കാലത്തും നിലനിൽക്കുമെന്ന ഒരു മൗഢ്യമായ ധാരണയോടുകൂടെ കുതിച്ചു വായുന്നവരെ പടച്ച റബ്ബിന്റെ ഒരു പിടിച്ചു വരുന്നൊരു സമയമുണ്ട്. ഒരൊറ്റ പിടുത്തം. ആ പിടുത്തത്തിൽ കീഴൊതുങ്ങാത്ത ഒരാളുമില്ല. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകും. ആരോഗ്യത്തിന് നന്ദിയുള്ളവരാകും. ആ ആരോഗ്യം റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടരുത്. ആ ആരോഗ്യം കൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ളത് ചെയ്യണം. സുബഹി ജമാഅത്തിന്റെ സമയത്ത് കിടന്നുറങ്ങരുത്.
സുബഹി ജമാഅത്തിന്റെ സമയത്ത് കിടന്നുറങ്ങരുത്. ആരോഗ്യമുള്ളപ്പോൾ 5 നേരവും പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അനാരോഗ്യം ബാധിച്ച് വീട്ടിൽ കിടക്കുമ്പോഴും ബാങ്കും ഇഖാമത്തും കേൾക്കുമ്പോൾ നിന്റെ കണ്ണൊലിക്കും, നിന്റെ കണ്ണുനീര് വരും നിനക്ക്. പക്ഷേ ബാങ്കാണല്ലോ കേട്ടത്, ഇഖാമത്താണല്ലോ കേട്ടത്, പള്ളിയിൽ നിന്ന് ജമാഅത്തിന്റെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദമാണല്ലോ കേട്ടത്, എനിക്ക് പോകാനാവില്ലല്ലോ എന്ന് അന്ന് വിഷമിക്കുമ്പോഴും മനസ്സിനൊരു സമാധാനമുണ്ടാകും. റബ്ബേ, ആവുന്ന കാലത്ത് ഞാൻ ജമാഅത്തിൽ കൃത്യമായി എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോയ ആരോഗ്യമുള്ള ആളുകൾ അനാരോഗ്യം ബാധിച്ചാലും അവൻ ആരോഗ്യമുള്ള കാലത്ത് ചെയ്തതുപോലത്തെ തത്തുല്യമായ പ്രതിഫലം വീട്ടിന്റെ അകത്ത് വെച്ചവൻ കിടപ്പിൽ നിസ്കരിക്കുകയാണെങ്കിൽ പോലും റബ്ബ് സുബ്ഹാനഹു അവന് ഓശാരമായി പ്രദാനം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ എന്ത് വേണമെന്നറിയോ? ആരോഗ്യമുള്ള സമയത്ത് മറക്കരുത്. നഹലിപ്പ് വേണ്ട, അഹങ്കാരം വേണ്ട. ആരോടായി അഹങ്കാരം? ഏത് കരുത്തനും ഏത് അരോഗ ദൃഢഗാത്രനും ഒന്ന് തെന്നി വീണാൽ, ഈ ചെറിയ രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെയൊക്കെ കാര്യം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ, ക്ഷമ തരണമേ നാഥ. റബ്ബിനോട് നിരന്തരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല. ലം യകുൻ യദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലായി ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും അത് പറയാത്ത ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടില്ലെന്ന് സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. തുടർന്നുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അഫ്വ വിട്ടുവീഴ്ചയെ ചോദിക്കുന്നു, വൽ ആഫിയ സൗഖ്യം ആരോഗ്യത്തെ ചോദിക്കുന്നു. ഫീ ദീനി, എന്റെ ദീനിലും എന്റെ ആദർശത്തിന് രോഗം ബാധിക്കരുതേ. അത് വിശദീകരിക്കേണ്ട ഹദീസാണ്. ചുരുക്കി പറയട്ടെ, എന്റെ ആരോഗ്യത്തിന് എന്റെ ദീനിന് ഒരിക്കലും ഒരു തകരാറും വരരുതേ. വദുന്യായ, എന്റെ ദുന്യാവിനും, വാഹിലി, എന്റെ കുടുംബത്തിനും, വമാലി, എന്റെ സമ്പത്തിനും ഒന്നും തകരാറുകൾ വരാതെ നോക്കണേ. എന്റെ പോരായ്മകളെ, എന്റെ നഗ്നതയെ നീ മറച്ചു വെക്കണേ. എന്റെ ഭയാശങ്കകളിൽ നിന്ന് നീ എനിക്ക് നിർഭയത്വം നൽകണേ. എന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശത്തിലൂടെയും ഇടതുവശത്തിലൂടെയും മുകളിലൂടെയും നിന്റെ കാവലുണ്ടാകണമേ. ആ ഭാഗത്തിലൂടെ എല്ലാം എന്നിലേക്ക് വരാവുന്ന ശർറുകളെ നീ തടുത്തു നീ എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നിന്റെ വലിയ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എന്റെ അടിഭാഗത്തുകൂടെ ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന്. 6 ഭാഗത്തിലൂടെയാണല്ലോ മനുഷ്യരിലേക്ക് അറ്റാക്കുകൾ വരിക. ആ അറ്റാക്കുകളിൽ നിന്നെല്ലാം മനുഷ്യന് കാവൽ നൽകുന്ന ദുആയാണിത്. മുന്നിലൂടെ പിന്നിലൂടെ വലത്ത് ഇടത്ത് മുകളിൽ താഴെ എല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഇതിലൂടെ പറഞ്ഞു. പക്ഷേ മുസ്ലിം സമുദായത്തിന് എത്ര പേർക്ക് ഈ പ്രാർത്ഥന അറിയാം? എത്ര പേർക്കറിയാം? അവിടെയാണ് നമ്മുടെ വിഷമം, അവിടെയാണ് നമ്മുടെ വിഷമം. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രയെത്ര പ്രാർത്ഥനകൾ നിങ്ങൾ ഖുതുബയിലൂടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും വസിയത്ത് പറയുകയാണ്, ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കൂ, അർത്ഥം മനസ്സിലാക്കൂ. പ്രഭാത പ്രദോഷങ്ങളിൽ നമ്മുടെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാളിലും ഉപേക്ഷ വരുത്തിയിട്ടില്ലെന്ന ആമുഖത്തോടെയാണ് സഹാബിമാർ നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം, ദീനിന്റെ ആരോഗ്യം, ആദർശത്തിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ ശാരീരികാരോഗ്യം എല്ലാ അർത്ഥത്തിലും റബ്ബിനോട് ചോദിക്കുന്ന യാചിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും അതനുസൃതമായ പ്രവർത്തനവും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് സർവ്വലോക പരിപാലകനായ റബ്ബിനോട് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം. കാരണം ഈ ആരോഗ്യം നീ ഏത് മാർഗത്തിൽ ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം, നിന്റെ യൗവനം, നിന്റെ യുവത്വം, നിന്റെ ആയുഷ്കാലം ഏത് മാർഗത്തിൽ നീ ചെലവഴിച്ചു എന്ന് പ്രത്യേകമായി നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. അതുകൊണ്ട് അള്ള തരുന്ന ഈ ആരോഗ്യമുള്ള സമയത്ത് നന്നായി അമൽ ചെയ്യുക, ആരാധനകൾ നിർവഹിക്കുക.
അനാരോഗ്യം വരുന്നതിന്റെ മുമ്പേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, റബ്ബ് നൽകിയ ആരോഗ്യത്തെ തെറ്റായ മാർഗത്തിലേക്ക് തിരിച്ചുവെച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മാടികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പാപമോചനം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وأتم عليها الأمن والأمان وعلى سائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا